ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി നമുക്ക് ചുറ്റും ഒരു ലോകം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ കൂടുതൽ കുട്ടികളുടെ ഇടയിൽ അക്രമവാസനകളും അടിപിടി ഈവൻ മറ്റ് തലത്തിലേക്ക് വരെ പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം റീലുകൾ കാരണം, അല്ലേ? ഇൻസ്റ്റാഗ്രാം റീലിന് ലൈക്ക് ഇട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ പിടങ്ങുന്നു. അത്രയും കാര്യങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ഓർത്തു വെച്ച് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുകയാണ്. ഓർത്തു വെച്ചിട്ട് ഒന്നും കൂട്ടണ്ട, കൈ ഇങ്ങനെ ഓടിച്ചാൽ മതി. കൂട്ടിയിട്ട് നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാറ്റ് GPT യൂട്യൂബും ഇതുമെല്ലാം ടീച്ചർ പഠിക്കുന്നില്ല. ടീച്ചർമാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കലല്ലാതെ തന്നെ നമ്മളെ പഠിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് AI എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ്. ഇത് പറയുന്നതിന് മുമ്പ് ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും ഈ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നോ അതിനെക്കുറിച്ച് നിങ്ങൾ ജീവിതത്തിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സ്വാധീനം അനുഭവിക്കുന്നുണ്ടോ എന്നും ഒന്ന് പറഞ്ഞു തരാമോ? ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ് നിൽക്കുന്നത്? എല്ലാവരും കൊച്ചുകുട്ടികളാണ്, എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ നിങ്ങളുടെ പോലത്തെ കൊച്ചുകുട്ടികളെ എന്നെക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളൊക്കെ ജനിച്ച് വീഴുമ്പോൾ തന്നെ സ്മാർട്ട് ഫോണിലും ഇൻസ്റ്റയിലും ഒക്കെ പ്രൊഫൈലും റീലും ഒക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആർക്കെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്താണെന്ന് ഒരു ഒന്നോ രണ്ടോ ലൈൻ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും കൈ പൊക്കിയാൽ മതി, മൈക്ക് തരാം. അപ്പോൾ നിങ്ങൾ ഒന്നും പറയുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് രസകരമായ കാര്യങ്ങൾ, കാരണം എനിക്കറിയാം കൊച്ചു കൂട്ടുകാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കൂടുതലായിട്ടല്ല ഞാൻ പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി നമുക്ക് ചുറ്റും ഒരു ലോകം തീർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കുറച്ച് വലുതായി വരുമ്പോൾ ഇതിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങളോട് ഞാൻ അതാ ചോദിച്ചത്. നിങ്ങൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ മുകളിൽ കാണിച്ചിരിക്കുന്നതിലെല്ലാം അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ആർക്കെങ്കിലും പറയാമോ? അലക്സ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കൈപൊക്കാവോ. അലക്സ. യെസ്, ഒരാളുണ്ട്. അലക്സ ഒന്ന് പറയാമോ? അലക്സ എന്തെങ്കിലും കേട്ടിട്ടേ ഉള്ളോ? അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതായത് പണ്ട് എൻ്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ പടി കടന്നു വരുമ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ പേര് കൃഷ്ണവേണി എന്നായിരുന്നു. അമ്മയെ വേണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ ആദ്യം പറയുന്നത് വേണി ഞാൻ വന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ. ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കണം, കുളിക്കാൻ, ഭക്ഷണം ചൂടാക്കി വെക്കണം, പിന്നെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലേ? അപ്പോൾ അമ്മ ശരിയാക്കും. കാരണം അമ്മ ശരിയാക്കുന്നില്ലെങ്കിൽ അച്ഛൻ ശരിയാക്കും അമ്മയെ. അതുകൊണ്ടാണ് ശരിയാക്കുന്നത്, കേട്ടോ. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഞാൻ പറയുന്നത് ഒരു 50-40 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്, എൻ്റെ വീട്ടിലെ കാര്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വീട്ടിൽ ഒരാൾ കയറി വന്നിട്ട് ഇപ്പോൾ ഒരു അലക്സ എന്ന് പറയുന്ന ഒരു ചേച്ചിയെ വീട്ടിൽ നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരാളല്ല, അത് നിർമ്മിത ബുദ്ധിയിലുണ്ടാക്കിയ, കണ്ടാൽ ഒരു ഷോർട്ട് പുട്ട് ബോൾ പോലെ ഇരിക്കും. ഷോർട്ട് പുട്ട് ബോൾ. ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാമല്ലോ, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുള്ള, അല്ലേ? അതിൽ നമുക്ക് 5000 രൂപ കൊടുത്താൽ വാങ്ങിക്കാം. ആമസോൺ എക്കോ ഡോട്ട് എന്നാണ് അതിൻ്റെ പേര്. അതിനകത്താണ് ആ ചേച്ചി ഇരിക്കുന്നത്. ആ ചേച്ചിയുടെ പേര് അലക്സ എന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ കാണും, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ AC 25 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യണം, ലൈറ്റ് കത്തണം, ഫാൻ കറങ്ങണം. ഇപ്പോൾ വരുന്ന ലൈറ്റും ഫാനും എല്ലാം ഈ നമുക്ക് ഇൻ്റർനെറ്റ് വെച്ചിട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഞാൻ വീട്ടിൽ കയറുമ്പോൾ ഞാൻ വീട് പൂട്ടിയിരിക്കുക. തുറന്നിട്ട് ഞാൻ അകത്ത് കയറിയിട്ട് അലക്സ ഞാൻ വന്നു. എൻ്റെ അച്ഛൻ പണ്ട് 40 കൊല്ലം മുമ്പ് അമ്മയോട് വേണി ഞാൻ വന്നു എന്ന് പറഞ്ഞ പോലെ അലക്സ ഞാൻ വന്നു എന്ന് പറയുമ്പോൾ അലക്സ എല്ലാം ചെയ്യും, അല്ലേ? ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് AI. നിങ്ങൾക്കൊരു സാമ്പിൾ തരാം, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഇതല്ല. ഈ AI പോലത്തെ ഉപകരണങ്ങൾ ഇനി നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് അറിയുന്നില്ല എന്ന് പറയും.
പക്ഷേ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ കയറുമ്പം നിങ്ങളിത് തന്നെ ആയിരിക്കും പറയുന്നത്. അലക്സ എന്ന് വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയും. അലക്സ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അല്ലേ? പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അല്പം മുമ്പ് ഒരു കൂട്ടുകാരി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഗോടെക് എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ ഇതിലാണ് വന്നത്. ഗോടെക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പുറത്തിറങ്ങി വരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല ആ പരിപാടി, പക്ഷേ നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലേ? അത് സിലബസിൽ സ്കൂളിൽ ക്ലാസ്സിനകത്തിരുന്ന് ചെയ്യുന്നതല്ല, പുറത്തിരുന്ന് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ ഇന്ന് ഒരു കാര്യം, ഇത് അലക്സ പോലത്തെ, നമുക്ക് കട്ടിലിൽ കിടന്നിട്ട് അലക്സ എന്ന് വിളിച്ചാൽ നമുക്ക് ചുറ്റും എല്ലാം നടക്കുന്ന ഒരു കാലത്ത് നമ്മൾ മടിയന്മാരാക്കിക്കൊണ്ടും കഴിവുകളില്ലാത്ത ആൾക്കാരാക്കിക്കൊണ്ടും യന്ത്രങ്ങൾ ഇരിക്കുകയാണ്, അല്ലേ? ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം, ഒരു രസകരമായ കാര്യം. പണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പലവ്യഞ്ജന കടയുണ്ടായിരുന്നു. അവിടെ ഒരു ഉടുപ്പൊന്നും ഇടാതെ ഒരു ചേട്ടൻ, അയാളുടെ പേര് ഗോപി എന്നാണ്. ചെവിയിലൊരു പെൻസിൽ കാണും, ചെവിയിലൊരു പെൻസിൽ. നിങ്ങളൊക്കെ ഇങ്ങനത്തെ കടകൾ നിങ്ങളുടെ അവിടെ കാണും. ഈ കടയിൽ പോയി നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ മുഴുവൻ ആൾക്കാരായിരിക്കും. 100 ഗ്രാം മല്ലി, മുളക് ഇങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള ആൾക്കാരെ ഫ്രണ്ടിൽ നിൽക്കണേ. ഇദ്ദേഹം ഇവരൊക്കെ ആയിട്ട് ഈ ഒരുപാട് തിരക്കിൽ ആൾക്കാർക്ക് സാധനം കൊടുക്കുമ്പോഴും ഇയാൾ ഗൾഫ് യുദ്ധത്തിനെ കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ചെവിയിലെ പെൻസിൽ എടുത്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് എഴുതിയിട്ട് കൈ ഇങ്ങനെ ആക്കി പോയിട്ട് പറയും 120 രൂപ. കൈ ഇങ്ങനെ ആക്കി പോയിട്ട് പറയും 120 രൂപ. എന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ഓർത്തു വെച്ച് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുകയാണ്. ഓർത്തു വെച്ചിട്ട് ഒന്നും കൂട്ടണ്ട, കൈ ഇങ്ങനെ ഓടിച്ചാൽ മതി. കൂട്ടിയിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സിൽ എത്ര രൂപ എന്ന് പറയുകയാണ്, അല്ലേ? അതാണ് കഴിവ്, അല്ലേ? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പലവ്യഞ്ജന കടയിൽ പോയി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള. അവിടെ ഒരു ചേട്ടൻ നിൽക്കുകയാണ്. ചേട്ടൻ്റെ ചെവിയിൽ പെൻസിലില്ല, പകരം എന്താണെന്നോ ഒരു ബ്ലൂടൂത്ത് സെറ്റ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ, ബ്ലൂടൂത്ത് സെറ്റ് വെച്ചിരിക്കുക. ഫ്രണ്ടിൽ ഒരു ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിചയമില്ലാത്ത ആരൊക്കെയോ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ഒരു 50 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, 100 രൂപ കൊടുത്തു. ഇത് എത്ര രൂപ ബാക്കി കൊടുക്കണം എന്ന് നോക്കാൻ കാൽക്കുലേറ്റർ ആവശ്യമുണ്ടോ? ഇല്ല, അല്ലേ? ആ ചേട്ടൻ ഉപയോഗിക്കുക. 50, 100 തന്നു, 50 ബാക്കി ഇത്ര. എന്ന് വെച്ചാൽ നമ്മളെല്ലാം യന്ത്രങ്ങൾ നമ്മളെ കീഴടക്കുന്ന ഒരു കാലമാണ്. ഇവിടെ നമ്മൾ മാറണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ തലമുറകളായിട്ട് സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണ്? നാളെ സ്കൂളുണ്ടോ, അല്ലേ? നാളെ സ്കൂളുണ്ടോ? പണ്ട് ഞാനൊക്കെ ഈ ചോദ്യം കേട്ടിരുന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് 40 കൊല്ലം മുമ്പ് ഫേസ്ബുക്കില്ല, ഇൻ്റർനെറ്റില്ല, ഒന്നുമില്ല. റേഡിയോയിൽ ന്യൂസിൽ കേൾക്കും, അല്ലേ? ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കളക്ടർ തിരുവനന്തപുരത്ത് ലോക ശാസ്ത്ര ദിനം നടന്നപ്പോൾ അതിനെക്കുറിച്ച് നല്ല ശാസ്ത്രം എഴുതി വെച്ചിരിക്കുക കളക്ടർ. അതിൽ വന്ന കമൻസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാം. ആദ്യത്തേത് ഒരാൾ എഴുതിയിരിക്കുകയാണ് ഹെവി റെയിൻ, നല്ല മഴ. അടുത്ത ഒരാൾ എഴുതിയിരിക്കുകയാണ് നാളെ അവധി തരുമോ, അല്ലേ? വളരെ രസകരമായ കാര്യങ്ങളാണ്. ഇനി ആദ്യം ഇങ്ങനെ എഴുതും, കുറേ കഴിയുമ്പോൾ താഴെ എഴുതും അവധി തരൂല, അല്ലേ? നിങ്ങൾ എന്ത് കളക്ടറാണ്, നിങ്ങൾക്ക് എന്തറിയാം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പല കളക്ടർമാരും ഇങ്ങനെ ഗതികെട്ട് അവധി ഡിക്ലെയർ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോൾ മഴ മാറും. അതുകൊണ്ട് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസറിന് പോലും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ ഇപ്പോൾ കളക്ടർമാർക്കേ പറ്റുള്ളൂ. അവധി കൊടുക്കുമ്പോൾ ഉടൻ വെയിൽ വരും, മഴക്കാലമാണെങ്കിലും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് കാണിച്ചത്, കളക്ടറിൻ്റെ കാര്യം പറയാനല്ല. എന്തിനാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്, നാളെ സ്കൂളുണ്ടോ എന്ന്? എന്തിനാണ്? ആരെങ്കിലും പറയാമോ? സ്കൂളുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? സ്കൂളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ഇരിക്കും. കളിക്കാൻ പോവില്ല? കളിക്കാൻ പോവും. പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. സ്കൂളില്ല എന്നറിഞ്ഞാൽ ഉടൻ ഓടി ചെറിയ മതിലെടുത്ത് ചാടി അപ്പുറത്തെ വീട്ടിൽ പോയി കൂട്ടുകാരനെ വിളിച്ചിട്ട് അടുത്ത ദിവസത്തെ കളി പ്ലാൻ ചെയ്യും, അല്ലേ? ശരിക്കും ഇങ്ങനത്തെ കളികളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെ ആൾക്കാരുമായിട്ട് ഇടപെടാം. അപ്പോൾ അന്ന് ചിലപ്പോൾ പോകുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ വഴക്ക് കൂടും, പിണങ്ങും,
അടി കൂടും അല്ലേ? ഒരുപാട് നേരം കളിക്കുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മ അടിക്കും, അച്ഛൻ അടിക്കും അല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ല. അതെന്താണ്? അതുകൊണ്ട് വീട്ടിലിരുന്ന് നിങ്ങളോട് അമ്മയോ അച്ഛനോ എന്തെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ച് പറയുമ്പോൾ തന്നെ വിഷമമാണ്. അടിക്കണ്ട. ടീച്ചർ ഒരു അടി തന്നാലോ അച്ഛനോ അമ്മയോ ഒരു അടി തന്നാലോ എല്ലാവർക്കും പ്രശ്നമാണ്. പണ്ട് ഇതൊന്നുമല്ല. പണ്ട് വെളിയിലിറങ്ങി കളിച്ചിട്ട് വരുമ്പോൾ ഇതെല്ലാം സംഭവിച്ച് കഴിയും അല്ലേ? ഇനി വേറൊരു രസകരമായ കാര്യമാണ് പറയുന്നത്. ഈ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ചാറ്റ് GPT കേട്ടിട്ടുണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ട്? കൈപൊക്കാവോ? അതെ, 1 2 ചാറ്റ് GPT. കൈ താത്തി ഞാൻ പറഞ്ഞുതരാം. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അലക്സ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരു കാര്യമാണ് ചാറ്റ് GPT. ചാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സംസാരിക്കുക അല്ലേ? അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഈ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എനിക്ക് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ചാറ്റ് GPT നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരുന്നതിനേക്കാളും മനോഹരമായിട്ട്, കാരണം കമ്പ്യൂട്ടറാണ് പറയുന്നത്, നിങ്ങൾക്ക് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം പറഞ്ഞു തരും. അപ്പോൾ അടുത്തിടയ്ക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ ഈ ഇതേപോലത്തെ AI എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്നോ, സാറിൻ്റെ അടുത്തോ ടീച്ചറിൻ്റെ അടുത്തോ ഇപ്പോൾ ഒന്ന് ചോദിച്ചാൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പാടില്ലേ? നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാണ്? നിനക്ക് ഇതുപോലും അറിഞ്ഞൂടെ? ഇങ്ങനെയൊക്കെ ചോദിക്കും. അതുകൊണ്ട് വളരെ സുഖമാണ്. ഫോൺ എടുത്ത് വെച്ചിട്ട് ചാറ്റ് GPTയോട് എത്ര പ്രാവശ്യം ചോദിച്ചാലും ചാറ്റ് GPT പറഞ്ഞു തരും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ എളുപ്പമാണ് ചാറ്റ് GPTയോട് ചോദിക്കാൻ. യൂട്യൂബിൽ ക്ലാസ് എത്ര. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നത്? നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല അല്ലേ? ടീച്ചർ ഒരു വഴിക്ക് പറഞ്ഞുകൊണ്ട് പോകും, നമുക്ക് ചാറ്റ് GPT ഉണ്ടല്ലോ, നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ ഒരുപാട് വരും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സീനാണ് അല്ലേ? രാത്രി കട്ടിലിൽ കിടന്ന് മൊബൈൽ ഇങ്ങനെ സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ മോന് മാറിവാനസ് കോളേജിൽ 2ാം വർഷം പഠിക്കുകയാണ്, BSc. അവന് അടുത്ത ദിവസം യൂണിവേഴ്സിറ്റി പരീക്ഷയാണ് അല്ലേ? പരീക്ഷയാണെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് തലേ ദിവസം നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ? അപ്പോൾ വൈകുന്നേരം 8 മണിക്ക് അടുത്ത ദിവസം പരീക്ഷയാണ്. വൈകുന്നേരം 8 മണിക്ക് ഞാൻ നോക്കിയപ്പോൾ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനുമായിട്ട്. ഞാൻ ചോദിച്ചു, എന്താ പഠിക്കണില്ലേ? നാളെ പരീക്ഷയല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അതെനിക്കൊരു 60 മാർക്കൊക്കെ കിട്ടിയാൽ മതി. ഈ 60 മാർക്കിനുള്ള എല്ലാം എൻ്റെ ഫോണിലുണ്ട്. ആ ഫോണിലുള്ള പെട്ടെന്നെല്ലാം എനിക്കൊരു 3 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ മതി. ഞാൻ രാത്രി നോക്കിയപ്പോൾ ഈ സെറ്റിയിൽ ഒടിഞ്ഞു മടങ്ങി കിടന്നിട്ട് ഈ മൊബൈൽ ഫോൺ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. രാത്രി 3 മണിക്കെന്തോണ്, വെളുപ്പിന് 3 മണിക്കെന്തോണ് ഉറങ്ങിയത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പഠിക്കുന്ന ഒരു രീതി. രാത്രി ഉറക്കമില്ല, ഒടിഞ്ഞു മടങ്ങിയാണ് കിടക്കുന്നത്, സ്ക്രീൻ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അല്ലേ? ഇനി ഈ AI ലോകത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. വളരെ രസകരമായ മറ്റൊരു കാര്യമാണ് അല്ലേ? ഇവിടെ നിങ്ങൾ കാണുന്നത് സിംഹമല്ല. അത് സിംഹമാണോ? അതെന്താണ്? പൂച്ച അല്ലേ? പക്ഷെ പൂച്ചയ്ക്ക് ജടയൊക്കെ വെച്ചിട്ട് സിംഹം പോലെ തോന്നുന്നു അല്ലേ? നമ്മുടെ പല കൂട്ടുകാരുടെയും വിചാരം ഇതാണ്, ഞാനൊരു സിംഹമാണ്, പക്ഷെ ശരിക്കും ഒരു പൂച്ച പോലും അല്ല അല്ലേ? ഈ ഒരു ധൈര്യം അവർക്ക് കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും റീലും സെൽഫിയും ഒക്കെയാണ് അല്ലേ? അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കൂടെയാണ് അവരുടെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്, നമ്മുടേതല്ലാത്തൊരു ഇമേജ് അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ജിയോളജി അധ്യാപകനായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് മാഷ് നിൽക്കുമായിരുന്നു. ഇംഗ്ലീഷ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ അതുവഴി നടന്നു പോയി. സാറ് ഇവിടെ വാടാ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൊരു ഇംഗ്ലീഷിലൊരു വേർഡ് ഇട്ടല്ലോ, അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. ഈ ചില സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആള് കാണൂല, പുക മാത്രം കാണും അല്ലേ? അയാൾ അവിടെ സ്ഥലം വിട്ടു, ഓട്ടം, കാരണം അയാൾക്ക് ഒരു പിടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ പറഞ്ഞു, ഇവൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേ കയറൂല, ഇവന് ഇംഗ്ലീഷിൻ്റെ ബേസിക് സാധനങ്ങളെ അറിയില്ല. അവൻ്റെ അഡ്രസ്സ് എഴുതാൻ പറഞ്ഞാൽ അവൻ 10 തെറ്റെഴുതും. അവനാണ് ഇൻസ്റ്റാഗ്രാമിൽ ശശി തരൂർ എഴുതുന്ന പോലെ ഒരു ഇംഗ്ലീഷിലൊരു സാധനം എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഇതെല്ലാം അവന് ധൈര്യം കിട്ടുന്ന എവിടുന്നാ? ഈ ഗൂഗിളും ഇതെല്ലാം കൊണ്ടിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും എന്ത് വേണോ ചെയ്യാം അല്ലേ? അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ, ഇത് നിങ്ങൾ ഈ കുട്ടികൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് വളരെ കൂടുതൽ കുട്ടികളുടെ ഇടയിൽ അക്രമവാസനകളും അടിപിടി ഈവൻ മറ്റ് തലത്തിലേക്ക് വരെ പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം റീലുകൾ കാരണം അല്ലേ? ഇൻസ്റ്റാഗ്രാം റീലിന് ലൈക്ക് ഇട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ പിടങ്ങുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ
അതിൽ മെസ്സേജ് വളരെ മോശമായ മെസ്സേജ് ഇട്ട് തമ്മിൽ അടി അല്ലേ? അതാണ് ഒന്ന്. രണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് എന്തിനാ? മറ്റുള്ള ആൺകുട്ടി പെൺകുട്ടിയെ കാണിക്കാൻ, പെൺകുട്ടി ആൺകുട്ടിയെ കാണിക്കാൻ അല്ലേ? എന്നിട്ട് ഇപ്പം അടുത്തിടയ്ക്ക് ഒരു സ്കൂൾ ടീച്ചർ എന്നോട് പറഞ്ഞതാ, ഒരു പയ്യന് എന്തെന്നറിയില്ല ഭയങ്കര വിഷമം, ഡിപ്രഷനിലോട്ട് പോകുന്നു. കൂടുതൽ ടീച്ചർ സംസാരിച്ചു വന്നപ്പോൾ എന്താണെന്നോ ആ പയ്യൻ പറഞ്ഞത്, അത് എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല എന്ന്. 7ാം ക്ലാസ്സിലെ പയ്യൻ പറയുകയാണ്, എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ലോകത്തിലാണ് നമ്മൾ. അപ്പം നിങ്ങൾ കൂട്ടുകാരെ മനസ്സിലാക്കണം, ഇതൊന്നുമല്ല നമ്മുടെ ശരിക്കുമുള്ളത് അല്ലേ? ശരിക്കുമുള്ള നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ ഒരു 1ാം വർഷ ഡിഗ്രി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ, സാധാരണ +2 കഴിഞ്ഞിട്ട് കോളേജിൽ വരുന്ന 1ാം വർഷ ഡിഗ്രി സ്റ്റുഡൻസ് ഒക്കെ വളരെ അനുസരണയുള്ള കുട്ടികളായിരിക്കും അല്ലേ? ഞാൻ കുറച്ച് കണിശക്കാരനായ സാറാണ്, കുറച്ച് വഴക്കൊക്കെ പറയും, നല്ല പഠിപ്പിക്കും. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ആദ്യത്തെ ക്ലാസ്സാണ് കോളേജിലെ. ഒരുത്തൻ മാത്രം അങ്ങോട്ട്, ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഒരുത്തൻ അടുത്തിരിക്കുന്ന ആളത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും, ചിരിപ്പിക്കും, അവരെ ചിരിപ്പിക്കും. ഞാൻ ആദ്യം അവൻ്റെ അടുത്ത് ചോദ്യമൊക്കെ ചോദിച്ചു, ഒരു രക്ഷയില്ല, അവൻ ഇത് തന്നെ. അവസാനം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ പ്രശ്നം തുടരുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും. അത് കഴിഞ്ഞപ്പോഴും അവൻ തുടരുക. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അവനെ ഇങ്ങ് അടുത്ത് വിളിച്ചു, കാരണം എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു. സാറേ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയല്ല സാറേ, ഞാനൊരു വൈബിനാണ്, ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബഹളം ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കാണുന്നത് എന്തുകൊണ്ടോ കോവിഡ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, കുട്ടികൾക്കൊന്നും ക്ലാസ്സിലിരിക്കാൻ വലിയ താല്പര്യമില്ല. എന്താണ് കാര്യം? ടീച്ചർ ഇതൊക്കെ പറഞ്ഞിട്ട് പോവും, നമുക്ക് യൂട്യൂബിലും ഇതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അല്ലേ? അതുപോലെ ഇപ്പോൾ കുട്ടികൾക്ക് ടീച്ചർമാർ വളരെ ഫ്രണ്ട്ലിയാണ്. ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ChatGPT യൂട്യൂബും ഇതുമെല്ലാം ടീച്ചർ പഠിക്കുന്നില്ല. ടീച്ചർമാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കലല്ലാതെ തന്നെ നമ്മളെ പഠിപ്പിക്കും. അതായത് ഞാൻ പഠിക്കുമ്പോൾ ഒരു കൊമ്പം മീശ സാറുണ്ടായിരുന്നു, ഹിസ്റ്ററി പഠിപ്പിക്കാൻ വരും. നമുക്കൊക്കെ പേടിയായിരുന്നു. ഹിസ്റ്ററി സാറ് നന്നായിട്ട് പഠിപ്പിക്കും, പക്ഷേ സാറ് വഴക്ക് പറയും. സാറിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടേ പോവുള്ളൂ അല്ലേ? അപ്പോൾ സാറിന് നമ്മൾ ഇരട്ടപ്പേരൊക്കെ ഇട്ട് വിളിച്ചിട്ട് ഒരുപാട് നമ്മുടെ ദേഷ്യം തീർക്കും അല്ലേ? പക്ഷേ ആ സാറ് നമ്മളെ ഒരുപാട് പഠിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾക്ക് കണക്ക് കൂട്ടാൻ അറിഞ്ഞൂടാ, നോട്ട് എഴുതാൻ അറിയില്ല അല്ലേ? ഇപ്പോൾ ഒരു പ്രശ്നം, നമ്മളെല്ലാം ടൈപ്പിങ്ങും മൊബൈൽ ഫോണിൽ ഇതൊക്കെയാണ്. എഴുതാൻ പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഇനി ഈ ഫോൺ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര പേര് ഈ ഫോൺ കണ്ടിട്ടുണ്ട്? കൈവക്കാ. അതെ, ഗുഡ്. അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫോൺ ആവരുത്. ഇത് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വന്നപ്പോൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വിപ്ലവം തീർത്ത ഒരു ഫോണാണ് നോക്കിയ. പക്ഷേ ഇന്ന് നോക്കിയ ഫോൺ ആരും വാങ്ങിക്കില്ല. കാരണം എന്താണെന്നോ? നോക്കിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ടൈപ്പ് ചെയ്യുന്ന ഒരു കീബോർഡാണ്, പെർട്ട് കീബോർഡ് എന്ന് പറയും. അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് സിംബിയാൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങളുടെ ഫോണിലിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? സ്മാർട്ട് ഫോണിൽ ആർക്കെങ്കിലും പറയാമോ? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നപ്പോൾ നോക്കിയ പറഞ്ഞു, ഞങ്ങൾ മാറുന്നൊന്നുമില്ല, ഞങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കും, സിംബിയാൻ. നോക്കിയ അതോടെ പോയി. കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള അതാണ്. യന്ത്രങ്ങൾ വരും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും, പല രീതിയിൽ ലോകം വരും. നമ്മൾ അതിനനുസരിച്ച് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ യന്ത്രങ്ങൾ നമ്മളെ മടിയന്മാരാക്കും, കഴിവില്ലാത്തവരാക്കും. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഈ 1200 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പ്രാചീന സർവകലാശാല ഉണ്ടായിരുന്നെന്ന് എത്ര പേർക്കറിയാം? നളന്ദ, തക്ഷില പോലത്തെ ഒരു സർവകലാശാല നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അതിൻ്റെ പേരാണ് കാന്തള്ളൂർ. വെരി ഗുഡ്. മോൻ്റെ പേര് പറയാം. വിഘ്നേഷിനറിയാം കാന്തള്ളൂർ സർവകലാശാലയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. അന്ന് എന്താണെന്നോ പഠിപ്പിച്ചിരുന്നത്? അന്ന് പഠിപ്പിച്ചിരുന്നത് യുദ്ധമുറകളും വേദങ്ങളും കച്ചവടം ഇതൊക്കെയായിരുന്നു. അന്നത്തെ കാലത്തിന് അത് മതി. അത് കഴിഞ്ഞപ്പോൾ വ്യാവസായിക വിപ്ലവം വന്നു. വ്യവസായങ്ങൾക്ക് വേണ്ട എന്താണ്? തൊഴിൽ ചെയ്യണം, തൊഴിൽ അറിയണം, അക്കൗണ്ടിങ് അറിയണം, ക്ലർക്കന്മാർ വേണം, മാനേജർമാർ വേണം.
അതിനുള്ള സ്കൂളുകളാണ് പിന്നീട് ഉണ്ടായത്. നിങ്ങൾ പഠിക്കുന്ന സ്കൂള് ഒക്കെ അതിനുവേണ്ടി ഉണ്ടായ സ്കൂളുകളാണ്. ഇപ്പോൾ ഇൻഫർമേഷൻ ഏജാണ് അല്ലേ, വിരൽ തുമ്പിൽ വിവരങ്ങൾ വരുന്ന ലോകമാണ്. അപ്പോഴും സ്കൂളുകൾ വലുതായിട്ട് മാറിയിട്ടില്ല. സ്കൂളുകളിൽ ആകെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ലാബ് വന്നു, അതുപോലത്തെ ചെറിയ ലാബുകൾ വന്നു. പക്ഷേ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എവിടെ ഇരുന്നും പഠിക്കാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അല്ലേ. നിങ്ങൾക്കറിയാം ഗൂഗിൾ മീറ്റ് ഉണ്ടെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ മതിലുകളില്ലാത്ത ക്ലാസ് റൂം, അതാണ് ഇന്നത്തെ കാലം, ഫ്ലാറ്റ് ക്ലാസ് റൂം. ഇത് യന്ത്രങ്ങൾ, പല യന്ത്രങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനം ആ ഒരു മുകളിൽ വലതുവശത്ത് കാണുന്നത് ഒരു ടീച്ചറാണ്. മലർമിസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടീച്ചർ, തമിഴ്നാട്ടിൽ ഇറങ്ങിയ ടീച്ചർ. ഈ മലർമിസ് വിഷയം കംപ്ലീറ്റ് എത്ര പ്രാവശ്യം വേണമെങ്കിലും വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കും. മലർമിസ് AI ടീച്ചറാണ്. ഇതുപോലെ പല യന്ത്രങ്ങളും നമ്മുടെ ഇന്ന് ലോകത്തിറങ്ങി. നിലവിലുള്ള നമ്മുടെ മനുഷ്യൻ ചെയ്യുന്ന പലതും യന്ത്രങ്ങൾ മാറി ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ലോകം വന്ന വഴിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ജോലി കിട്ടാൻ വേണ്ടി അല്ലേ. ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് കഴിവുകൾ വേണം. അതിൽ നീല കളർ അടിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടുന്ന കഴിവുകളാണ്. മഞ്ഞ അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോൾ, നിങ്ങൾ കൂട്ടുകാരുമായിട്ട് വഴക്കിടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയും വൈകി വന്നതിന് താമസിച്ച് വഴക്ക് പറഞ്ഞതിന് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആ സാഹചര്യം നേരിടുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കഴിവുകളാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോടൊരു ആൾ വഴക്ക് കൂടുകയോ നിങ്ങളോടൊരു കാര്യം ദേഷ്യത്തിൽ പറയുകയോ വല്ലതും ചെയ്യുമ്പോൾ ആ സാഹചര്യം എങ്ങനെ അതിജീവിക്കാമെന്നാണ് നിങ്ങളെ തളർത്താൻ പാടില്ല. ഈ കഴിവുകളാണ് നമ്മൾ നേടേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇൻസ്റ്റാഗ്രാം റീലിന് ലൈക്ക് കിട്ടാത്തത് നമ്മളെ തളർത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ കഴിവുകേടാണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് മോശം കമൻറ്റ് കിട്ടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് കിട്ടിയില്ല, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മുടെ കഴിവുകേടുകളാണ് അല്ലേ. അപ്പം ഈ കഴിവുകളാണ് നിങ്ങൾ ഈ ലോകത്തിലുണ്ടാക്കുന്നത്. പ്രതിരോധിക്കാനുള്ള കഴിവുകൾ. നിങ്ങളടുത്ത് കൂട്ടുകാരൻ ഒരു കറുത്ത് പൊക്കം കുറഞ്ഞ ഒരു കുട്ടിയാണ്, ഒരാൾ വന്ന് പറയുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഒരാളുടെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അയാളുടെ കഴിവുകളുടെ അളവുകോലേ. ലോകത്ത് പ്രശസ്തരായ പലരും വളരെ ലോകം പിടിച്ചടക്കി. എബ്രഹാം ലിങ്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ലോകം പിടിച്ചടക്കിയ ആളാണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ എങ്ങനെ ഇരിക്കുന്നു നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ആർക്കും തട്ടാവുന്ന ഒരു ഫുട്ബോളായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകേടാണ് അല്ലേ. അപ്പോൾ ഇത്തരം ശേഷികൾ നിങ്ങൾ ഉണ്ടാക്കണം. നടുക്ക് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു തടസ്സം വരുമ്പോൾ അത് മറികടക്കാനുള്ള വഴികൾ കാണണം. ഇന്ന് ബൈക്കിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ കമ്മലൊക്കെ ഇട്ട് വളരെ സ്പീഡിൽ പോകും. ഒരു പോലീസുകാരൻ കൈ കാണിച്ചാൽ അവർ വിചാരിക്കും ജീവിതം തീർന്നു. എന്തോ വലിയ വളരെ സ്പീഡിൽ പോയി വല്ലയിടത്തും പോയി ഇടിച്ചു മറിയും. അവിടെ കൈ കാണിച്ച് നിർത്തിയാൽ ആകെ പോലീസുകാരനോട് മാക്സിമം ചെയ്യേണ്ടത് എന്താണ്? ഒരു ദിവസം പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ കുറച്ച് കാശ് വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. ഇയാൾ പോയി ഇടിച്ച് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ അപകടം പറ്റുന്നു അല്ലേ. അപ്പോൾ ഇതുപോലത്തേക്ക് ഓരോ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം, ഇതൊക്കെ പഠിക്കുന്നത് നിങ്ങൾ കളികളിലൂടെയും കൂട്ടുകാരിലൂടെയാണ്. ഇന്നത്തെ കുട്ടികൾക്കോ ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ്. പല കൂട്ടുകാരെയും നമ്മൾ കണ്ടിട്ടില്ല. അതൊന്നും ആവരുത്. അതുപോലെ നേതൃത്വ കഴിവുകൾ, ആശയവിനിമയ കഴിവുകൾ, ഇതെല്ലാം ഉണ്ടാക്കണം. ഇതുപോലത്തെ നിയമസഭാ പുസ്തകോത്സവം പോലത്തെ പരിപാടികൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി. നിങ്ങൾക്ക് എത്ര കുട്ടികൾ വളരെ മിടുക്കരായിട്ട് എണ്ണീറ്റ് മറുപടി പറഞ്ഞു. നേരത്തെ മനോജ് കുമാർ സാർ ചോദിച്ചപ്പോഴൊക്കെ അതൊക്കെ നിങ്ങളുടെ കഴിവുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ എൻ്റെ അവസാനത്തെ 2-3 സ്ലൈഡ്സിലാണ് വരുന്നത്, കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത്, ഇത് വളരെ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടേണ്ടവരുണ്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് ജയിക്കാനും തോക്കാനും പഠിക്കണം. ജയിക്കാനും തോക്കാനും, തോറ്റു കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ ജയിക്കാമെന്ന്. കാരണം വീണ സ്ഥലത്ത് നിന്നേ നമുക്ക് എണ്ണീക്കാൻ പറ്റത്തുള്ളൂ. എണ്ണീറ്റ് വരുമ്പോൾ ഉള്ളൊരു ധൈര്യം വലിയൊരിതാണ്. ഞാൻ 95 സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് പോയ ആളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരു പയ്യൻ വളരെ വളരെ ഒരുപാട് വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നുമല്ല. അവൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അവന്
അവൻ്റെ പോയപ്പോൾ ഈ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ അവൻ അവിടുത്തെ ഇതേപോലത്തെ കാർപ്പറ്റിൽ തട്ടി അങ്ങ് വീണു. തട്ടി വീണപ്പോൾ അവിടെ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്ന് എല്ലാവരും ചിരിച്ചു. വീണു പോയല്ലോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നോ, സർ വീണാലല്ലേ എണ്ണിക്കാൻ പറ്റുള്ളൂ. നിങ്ങളത് ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. നിങ്ങൾ വീഴണം, വീണാലേ പഠിക്കുക. അതുകൊണ്ട് അച്ഛനമ്മമാർ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞാലോ വാടുന്ന ഒരു സ്റ്റുഡൻ്റ് ആവരുത്. ടീച്ചർ വഴക്ക് പറയുന്നതും അച്ഛനമ്മമാർ വഴക്ക് പറയുന്നത് നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. ഇത് പഠിക്കണം. ഇത് പഠിപ്പിക്കാനുള്ള അവസരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ചെളിയിൽ ഫുട്ബോൾ കളിച്ചിട്ട് ചെളി പുരണ്ട് വീട്ടിലകത്ത് കയറുമ്പോൾ അമ്മയെ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് പഠിക്കുമ്പോൾ നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടം എങ്ങനെ തരണം ചെയ്യാമെന്ന് പഠിക്കുകയാണ്, അല്ലേ? അതുപോലെ നിങ്ങൾ ഇത് എക്കോ ക്ലബ്ബാണ് വലതുവശം കാണിച്ചിരിക്കുന്നത്. ചെടി നട്ട് വളർത്തുന്ന ഒരിത്. ഇന്ന് പരിസ്ഥിതി തകർത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ സ്പോർട്സ് എപ്പോഴും ജയിക്കാനാവരുത് ഓടുന്നത്, അല്ലേ? നമ്മൾ തോക്കാനും വേണ്ടി ഓടണം. അതുപോലെ കല, ഇതൊക്കെയാണ് നേരത്തെ ഞാൻ മഞ്ഞ അടിച്ച് കാണിച്ച ചില കഴിവുകൾ നിങ്ങൾ നേടുന്നത് ഇവിടെ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ വരിക. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരിക. കാലഹരണപ്പെട്ട കാര്യങ്ങൾ മറക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഇനി ഒരു അവസാന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട്, ഇത് എൻ്റെ ഈ വിഷയത്തിലുള്ളതല്ല, ഔട്ട് ഓഫ് സിലബസ് ആണ്. അതായത് ഇതിൽ എഴുതിയിരിക്കുന്ന ഒരെണ്ണമാണ് വളരെ പ്രധാനം. ചുമരുണ്ടെങ്കിലേ നല്ല ചിത്രം വരയ്ക്കാൻ പറ്റൂ, ജീവിതമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ആദ്യം പ്രധാനം ജീവിക്കണം, അല്ലേ? ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്? നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം. ഇപ്പം ഞാൻ കാണുന്നത് വീട്ടിൽ പലരും അമ്മ മോനെ നല്ല അവിയൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, അവിയലോ, ഇതൊക്കെ ആര് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നൂഡിൽസും അതുപോലത്തെ സാധനങ്ങളും ഒക്കെ കഴിച്ചിട്ട് അതും കൃത്യസമയത്ത് കഴിക്കില്ല. പലർക്കും ഡയബറ്റീസാണ്, കുട്ടികൾക്ക്, അല്ലേ? കൃത്യസമയത്ത് ആഹാരം കഴിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതുപോലെ ഉറക്കം. പലരും രാത്രി മുഴുവൻ ഉണർന്നിരിക്കും, രാവിലെ സ്കൂളിൽ പോയിരുന്ന് ഉറങ്ങും. കാരണം രാത്രി ഇൻസ്റ്റഗ്രാമും ഇതുമൊക്കെ ഇരിക്കും, രാത്രി മുഴുവൻ ഉണർന്നിരിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് കളിക്കാൻ പോകുന്ന കൂട്ടുകാരോട് പോവില്ല, ഇൻസ്റ്റാഗ്രാം നമ്മുടെ മൊബൈൽ ഫോണിലെ ഗെയിംസ് ഉണ്ടല്ലോ അത് കളിച്ച് ഏറ്റവും അപകടമാണ്. അതുപോലത്തെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിയാൽ, നിങ്ങളുടെ അപ്പൂപ്പന്മാരൊക്കെ ജീവിച്ചിരുന്നത് 90ഉം 80ഉം വയസ്സുകളിലാണ്, അല്ലേ? ഇന്ന് നിങ്ങൾ പത്രമെടുത്ത് നോക്കൂ. പത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ ചരമക്കോളത്തിൽ നിങ്ങൾ നോക്കിയാൽ 30 വയസ്സുള്ള ആൾക്കാരൊക്കെ ഹൃദയസ്തംഭനം കൊണ്ട് മരിക്കുകയാണ്. നമ്മൾ അതേപോലെ എപ്പോഴും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പം കഴുത്തിന് പ്രശ്നം, ചെവിക്ക് പ്രശ്നം. ഇതൊക്കെ നിങ്ങൾ 30 കൊല്ലം ആകുമ്പോൾ നിങ്ങൾക്ക് വലിയതായിട്ട് നിങ്ങൾ നല്ല നിലയിൽ ഇരിക്കുകയായിരിക്കും, അല്ലേ? അതുകൊണ്ട് ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ആദ്യം പഠിക്കാൻ പഠിക്കുക, 2 ജീവിക്കാൻ പഠിക്കുക. താങ്ക് യു. ഇനി എന്തെങ്കിലും ക്വിക്കായിട്ട് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ജീവിക്കാൻ പഠിക്കുക എന്നുള്ളൊരു ഇത് പറഞ്ഞു, അതൊന്ന് ഇലാബറേറ്റ് ചെയ്തു. അതെ, ജീവിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞത് ഇലാബറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഇത് ഞാൻ കൂടുതൽ പറയാത്ത സമയക്കുറവ് കൊണ്ടാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ അവസരങ്ങൾ ഉള്ളത് ജീവിത നൈപുണികളുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത്. അതായത് എന്താണ് ജീവിത നൈപുണികൾ? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളുമായിട്ട് നല്ല ഇടപെടാനുള്ള നമുക്ക് സാധാരണ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ഒരു ഇതാണ്, അയാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കും. കാരണം നിങ്ങൾ പലയിടത്തും പോയി വർക്ക് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലെ അല്ലെങ്കിൽ പല ഭാഷയിലെ ആൾക്കാരായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. അവരുമായിട്ടുള്ള ഇടപെടാനുള്ള ഒരു കാര്യം. അതേപോലെ ഇന്ന് ഒരു നൈപുണിയായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രതിസന്ധികൾ അതിജീവിക്കാൻ. നിങ്ങൾക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നു. വയനാട്ടിൽ ഉറങ്ങിക്കിടന്നവർ ഒലിച്ചുപോയി, അല്ലേ? ആ കുട്ടികളുടെ കാര്യം ആലോചിച്ചു. അവിടെ സ്കൂളില്ല അടുത്ത ദിവസം രാവിലെ പോകുമ്പോൾ, അല്ലേ? അവിടെ നിന്നൊക്കെ അവർ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്, അല്ലേ? ഇതുപോലത്തെ പ്രതിസന്ധികൾ ഇനി ഒരുപാട് വരും. ഇതൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനത്തെ ആൾക്കാർ, ഈ ജീവിത കഴിവുകളുള്ളവർക്ക് മാത്രമേ ഈ ഒരു ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് എല്ലാവരും നോക്കുന്നത്. ഏത് ഘട്ടങ്ങളെയും മറികടക്കാൻ പറ്റുന്ന, നല്ലവണ്ണം ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുമായിട്ട് നല്ലവണ്ണം ഇടപഴകി പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം ഒരു സമചിത്തതയോടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പം ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടുകാരൻ എന്നെ നോക്കി ചിരിച്ചില്ല, അവനെ പോയി അടിക്കാമോ?
അവൻ ചിരിച്ചില്ല, എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം അത് നമുക്ക് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ജീവിക്കാനുള്ള പഠനം. എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുണ്ട്. അതായത് ഒരുപാട് 25 കൊല്ലം പഠിപ്പിച്ച പരിചയമുള്ള ആളാണ്. ഒരു കുട്ടി ക്ലാസ്സിലിരിക്കുന്ന കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. താല്പര്യമില്ലാതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. എല്ലാവരും ഇത്ര നല്ല താല്പര്യത്തോടെ ഇരുന്ന കൊച്ചു കൂട്ടുകാരെ, കൊച്ചുപേര് കുട്ടികളെ നമുക്ക് താല്പര്യത്തോടെ പിടിച്ചിരുത്താൻ ഭയങ്കര പാടാണ്. നിങ്ങളൊക്കെ വളരെ നന്നായിട്ട് കേട്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങളോട് നന്ദിയുണ്ട്. താങ്ക് യു. സാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് സമ്മാനമുണ്ട്, പുസ്തകം വാങ്ങിക്കാനുള്ള കൂപ്പണാണ്. അപ്പോൾ ചോദ്യം കേൾക്കാൻ തയ്യാറായിക്കോളൂ. ആദ്യ കേരള മന്ത്രിസഭയുടെ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ വർഷം അത് എല്ലാവർക്കും എളുപ്പമുള്ള ചോദ്യം ആണല്ലേ. എത്രയാണ്? 1957. അതിൽ ധനകാര്യമന്ത്രി ആരായിരുന്നു എന്ന് പറയാമോ? ആദ്യ കേരള മന്ത്രിസഭയിൽ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്ന ആരാണെന്ന് പറയാമോ? സാർ എന്തെങ്കിലും ക്ലൂ കൊടുക്കാവോ? ചിലപ്പോൾ കുട്ടികൾ പറയും. അത് കേരള ചരിത്രത്തിൽ തന്നെ വളരെ വലിയ പാഠവുമുള്ള നേതാക്കന്മാരായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ 1-2 സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തിന് അദ്ദേഹം തുടങ്ങിയ കുറച്ച് സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവിടെ ഒരാൾ കൈവക്കി. നമുക്ക് അയാൾക്ക് ആ കൈവക്കിയ ഒരു നല്ല കൈയൊടി കൊടുക്കണം. മോള് വരെ, മോളിങ്ങി വരൂ. എന്താ പേര്? ഏത് സ്കൂളിലാണ്? കോട്ടണിൽ ഏത് ക്ലാസ്സാണ്? കോട്ടണിൽ +2 പഠിക്കുന്ന നന്ദനയ്ക്ക് ഒരു നല്ല കൈയടി കൊടുക്കാവോ? പുസ്തകങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു കൂപ്പണാണ് കൊടുക്കുന്നത്. AI ലോകത്തെ സ്കൂൾ ജീവിതം എന്ന വിഷയത്തിൽ ഈ ഇന്ററാക്റ്റീവ് സെഷൻ അവതരിപ്പിച്ച ഡോക്ടർ KP ജയകിരണിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി കൊടുക്കും.